ഒടുവിൽ ആ തീരുമാനം വന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ അമേഠി മണ്ഡലത്തിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തൻ KL ശർമ്മ മത്സരിക്കും. ഏറെ നാളത്തെ സസ്പെൻസിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയത്. എന്തുകൊണ്ട് റായ്ബറേലി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തു? അത് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സാണ്. ബാലു, എന്താണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്? കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഈ തീരുമാനം പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിട്ടല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി ഏതാണ്ട് ഒരു തത്വത്തിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആദ്യം പ്രിയങ്ക ഗാന്ധിയായിരുന്നു ഈ റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് രാഹുലിൻ്റെ പേര് വന്നത്. അമേത്തിയോ ഈ റായ്ബറേലിയോ ഏത് മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചായിരുന്നു ചർച്ച. സമാജ്വാദി പാർട്ടിയുമായി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച കോൺഗ്രസ് നടത്തിയിരുന്നു. സമാജ്വാദി പാർട്ടിക്ക് വലിയൊരു അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് ഈ റായ്ബറേലി. അതുകൊണ്ട് താരതമ്യേന റിസ്ക് കുറവാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി ഇതിനകത്ത് വർക്ക് ചെയ്തു. അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അമേഠി മണ്ഡലത്തിൽ വ്യാപകമായി BJP പുതിയ വോട്ടർമാരെ ചേർത്തിരുന്നു. അത് ഏതാണ്ട് ഈ കണക്കുകളൊക്കെ ഇവർ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രാഥമികമായ പരിശോധനകളൊക്കെ കഴിയുമ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് 50,000-ത്തിലധികം ഈ പുതിയ വോട്ടുകൾ ഇത് ചെയ്തു. നിലവിൽ തന്നെ സ്മൃതി ഇറാനിക്ക് ഒരു 55,000-ൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതിനോടൊപ്പം പുതുതായി വന്ന ഈ 50,000 പിന്നീട് ഈ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഈ അവിടുത്തെ ജാതിമത സംഘടനകൾ ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ അമേഠി കുറച്ച് റിസ്ക് ആയിരുന്നു. എന്നാൽ അത്തരം ഒരു ഘടകം റായ്ബറേലിയെ സംബന്ധിച്ചില്ലായിരുന്നു. പിന്നീട് വസന്ത് ചോദിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് തീരുമാനം വൈകി എന്നത്. ആ വൈകി എന്നതിനെ സംബന്ധിച്ചും കോൺഗ്രസ്സുകാർ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം BJPക്ക് ചില സ്ഥാനാർത്ഥികൾ അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്നു. അത് ഈ പ്രചരിച്ച പേരുകളൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ചില പേരുകൾ അവരുടെ മനസ്സിനകത്ത് അവരുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ്സിനൊരു സഡൻ ഷോക്ക് നൽകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു ബാക്കപ്പ് പ്ലാൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം, അതായത് അവസാനം പ്രഖ്യാപിച്ചാൽ മതി എന്ന ഒരു കാര്യമെടുത്തത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ട് ഒരു ഘടകമായിരുന്നു. കാരണം 26 വരെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ ഒരു ഫലത്തിനെയൊക്കെ സ്വാധീനിക്കും. പക്ഷേ അത് ഈ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. അതായത് സഡൻ ഷോക്കായിട്ട് പുതിയ സ്ഥാനാർത്ഥി വരും എന്നുള്ളത്. ദിനേശ് സിംഗ് കഴിഞ്ഞ 5 കൊല്ലമായി അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. ഇത് കോൺഗ്രസ്സുകാർക്ക് നല്ലവണ്ണം അറിയാം. ഒന്നത്. രണ്ട്, ദിനേശ് സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4.5 ലക്ഷത്തിൽ നിന്നും 2.5 ലക്ഷത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. 2 ലക്ഷം വോട്ടാണ് കഴിഞ്ഞ തവണ സോണിയാഗാന്ധി കുറഞ്ഞത്. അതിനുശേഷം ഈ 5 കൊല്ലവും ദിനേശ് സിംഗ് ഈ മണ്ഡലത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. യോഗി ആദിത്യനാഥ് സർക്കാരിലെ ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ പറയുന്ന വാദങ്ങളൊക്കെ എത്രത്തോളം ഡൽഹിയിൽ ഒരുപക്ഷെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന വാദങ്ങൾക്കപ്പുറം ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ റായ്ബറേലി ഇപ്പോൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. ഒന്നത്. രണ്ട്, BJPയെ സംബന്ധിച്ചിടത്തോളം ദിനേശ് സിംഗ് എന്ന് പറയുന്നത് അവർ പറയുന്നത് അമേഠിയിലെ സ്മൃതി ഇറാനി പോലെയാണ് റായ്ബറേലിയിൽ ദിനേശ് സിംഗ് എന്നാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് അത്ര എളുപ്പമാവില്ല ഇത്. ഒന്നത്. രണ്ട്, ഒളിച്ചോടി അമേഠിയിൽ നിന്ന് എന്നുള്ള പ്രചാരണത്തിന് വലിയ തോതിൽ BJP ഇനി മുന്നോട്ട് പോകുന്നതും കോൺഗ്രസ് കാണാനിരിക്കുന്നു. എത്രത്തോളം കോൺഗ്രസിനെ ഇത് ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. തീർച്ചയായും. പക്ഷേ ഈ റായ്ബറേലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റായ്ബറേലിയിൽ വലിയ തോതിൽ, അതായത് കോൺഗ്രസ് ഇതിനകത്ത് വലിയ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ റായ്ബറേലിയിലേക്ക് എത്തുന്നത്. ഈ പറയുന്ന റിസ്ക് ഫാക്ടർ എല്ലാം കോൺഗ്രസ്സിന് കൃത്യമായി അറിയാം. കാരണം ഗാന്ധി കുടുംബത്തിന് ബസ് പറയാത്തൊരു കാര്യം, ഈ സോണിയാഗാന്ധി ജയിച്ചെങ്കിലും 2019 ശേഷം ഒരു കാര്യമായ ആ മണ്ഡലത്തിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഗാന്ധി കുടുംബവുമായി 1952 ഈ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം വലിയ അഭേദ്യമായ ഒരു ബന്ധം ഈ ഗാന്ധി കുടുംബവുമായിട്ട് ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏക പരാജയം ഉണ്ടായത് റായ്ബറേലിയിലാണ്. പക്ഷേ ഇത്തവണ ഈ സമാജ്വാദി പാർട്ടി, കാരണം അഖിലേഷ് യാദവിൻ്റെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുന്നത് കോൺഗ്രസ്സുകാരുടെ സമ്മർദ്ദം കൊണ്ടല്ല, മറിച്ച് അഖിലേഷ് യാദവിൻ്റെ സമ്മർദ്ദം അതായിരിക്കാം. എന്ന് വെച്ചാൽ അവിടുത്തെ 5 സീറ്റുകൾ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അമേഠിയിലുമുണ്ട്, 5-ൽ 2 എണ്ണം ഉണ്ട്. പക്ഷേ അവിടെയും സമാജ്വാദി പാർട്ടിയുടെ കുതിരപ്പുറത്ത് കയറിയിരുന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം ഇതിൽ വരുന്നു. അതായത് സമാജ്വാദി പാർട്ടിക്ക് ഉള്ളൂ അവിടെ ബേസ്. കോൺഗ്രസ് കഴിഞ്ഞവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പപ്പടമായി പോയി. ഒരു സീറ്റ് പോലും ലഭിക്കാത്തൊരു സ്ഥിതിയായിരുന്നു. 1977 കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടതിന് ശേഷം 80-ൽ ഇന്ദിരാഗാന്ധിയെ സഭയിലെത്തിക്കുന്ന മണ്ഡലമാണ്
റായ്ബറേലി അല്ല, കോൺഗ്രസ് പഴയ കാര്യങ്ങളിൽ ഊറ്റം കൊള്ളുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ പുതിയ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് അമേഠിയിൽ പരാജയപ്പെട്ടപ്പോഴേ കോൺഗ്രസ് തിരിഞ്ഞറിഞ്ഞുള്ളൂ കഴിഞ്ഞ തവണ. ഏതായാലും ഇപ്പോൾ ഗാന്ധി കുടുംബം ശക്തമായി തന്നെ ഈ മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറിച്ച് മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതായിരിക്കും കുറച്ചുകൂടി ഇതുള്ള രാഹുൽ ഗാന്ധി ജയിക്കുകയാണെങ്കിൽ വയനാട് എന്താവും എന്നുള്ള ഒരു അല്ല, അതൊരു വലിയ ചോദ്യമാണ്. അതിപ്പോൾ ഇന്ന് KC വേണുഗോപാൽ ഇപ്പോൾ റായ്ബറേലിയിലേക്ക് പോകുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത് അത് രാഹുൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആ തീരുമാനം സംബന്ധിച്ചും കോൺഗ്രസിനകത്തൊരു ഒരു ഒരു ഏതാണ്ട് ഒരു ധാരണ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ സംസാരിച്ച വിവിധ വയനാട് വിടില്ല എന്നുള്ളത് തന്നെ ആയിരിക്കും അവരുടെ തീരുമാനം. രണ്ട് തരത്തിലാണ് അതിനവർ പറയുന്നത്. ഒരു പക്ഷേ യു പി അല്ല, ഇനിയുള്ളത് ഇന്ത്യ സഖ്യം. ഇന്ത്യ സഖ്യത്തിന് മികച്ച ഒരു വിജയമാണ് ഡൽഹിയിൽ കിട്ടുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി കളയും. 1980-ൽ സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി മേഠക്കിലും ആന്ധ്രയിലും മേഠക്കിലും അതുപോലെ തന്നെ റായ്ബറേലിയിലും ജയിച്ചിരുന്നു. അന്ന് റായ്ബറേലി ഉപേക്ഷിച്ച് ഇന്ദിരാഗാന്ധി മേഠക്കിൽ പോയിരുന്നു. ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ഒരു നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തും, റായ്ബറേലി കളയും. റായ്ബറേലി അങ്ങനെ കളയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് എന്നുള്ള ഒരാൾ സ്വാഭാവികം പ്രിയങ്ക ഗാന്ധിയോട് മത്സരിച്ച് ലോക്സഭയിൽ എത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് കാര്യമായ ഒരു നേട്ടം ഉണ്ടായില്ല. 2014 2019 പോലെയാണെങ്കിൽ അവർ റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തും. പ്രിയങ്ക ഗാന്ധി അങ്ങനെയാണെങ്കിൽ നിലവിൽ പാർലമെന്ററി രംഗത്തേക്ക് വരില്ല. വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. കാരണം വയനാട് എങ്ങനെ പോയാലും ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിക്ക്, അതായത് കോൺഗ്രസിന് ജയിച്ചു വരാമെന്നുള്ള മണ്ഡലം ഇനി പരമാവധി നടന്നാൽ പോലും ഇന്ത്യ സഖ്യത്തിന് കിട്ടും. ഇതൊക്കെ വ്യാഖ്യാനങ്ങൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള ഈ ഇതിൽ പറയുന്നത്. ഞാനീ പറയുന്നത് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് കോൺഗ്രസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരി തന്നെ. എല്ലാം ഞങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുള്ളത്. എല്ലാം നോക്കിയിട്ടാണ് കഴിഞ്ഞ തവണ അമേഠിയിൽ ഇറങ്ങിയത്. തോറ്റപ്പോൾ മാത്രമേ കോൺഗ്രസ് തിരിച്ചറിഞ്ഞുള്ളൂ കാലിലെ മണ്ണ് പോയി എന്നുള്ളത്. റായ്ബറേലിയിലും നോക്കി അന്ന് അമേഠിയിൽ ജയം വളരെ വിഷമാണെന്ന് കണ്ടതുകൊണ്ടാണ് ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ റായ്ബറേലിയിലും സമാനമായ സാഹചര്യമാണ്. എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് എത്ര വ്യക്തത ഉണ്ടെന്ന് അറിയില്ല. ദിനേശ് സിംഗിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ഡലമാണ്. ഏതായാലും കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളുമൊക്കെ വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ.